ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ മക്കളുടെ കേരള പാഠാവലിയുടെ വാർഷിക പരീക്ഷയുടെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണം കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. താഴെ കൊടുത്തിരിക്കുന്ന ഖണ്ഡിക വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. സമ്മാനം: ഡിസംബറിലെ ഒരു മഞ്ഞു പെയ്യുന്ന ദിവസമായിരുന്നു അത്. നാളെയാണ് ക്രിസ്തുമസ്. പടക്കം പൊട്ടിച്ചും കളികളിലേർപ്പെട്ടും കുട്ടികൾ ആ തെരുവിനെ ശബ്ദമുഖരിതമാക്കി. എല്ലാ വീടുകൾക്കും മുമ്പിലും നക്ഷത്ര വിളക്കുകൾ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ശാന്തിദൂതനായ ഉണ്ണിയേശുവിനെ വരവേൽക്കാൻ ആ തെരുവിലെ വീടുകളെല്ലാം ആഹ്ലാദപൂർവ്വം തയ്യാറെടുക്കുകയായിരുന്നു. ഒരു വീടൊഴികെ. ജിമ്മിൻ്റെയും ഡെല്ലയുടെയും വാടക വീടായിരുന്നു ഇത്. ഒരു ദരിദ്ര ഭവനം. വളരെ ബുദ്ധിമുട്ടിയാണ് ജിമ്മും ഡെല്ലയും ജീവിതം മുന്നോട്ട് നീക്കിയിരുന്നത്. എങ്കിലും ഡെല്ല ചെലവ് ചുരുക്കി മിച്ചം വരുന്ന നാണയത്തുട്ടുകൾ ഒരു കുടുക്കയിലിട്ട് വയ്ക്കുമായിരുന്നു. ഉറുമ്പുകൾ അരിമണി കൂട്ടിവെക്കുന്നത് പോലെയായിരുന്നു അത്. കുടുക്കയിലെ പണം കൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട ജിമ്മിന് ക്രിസ്തുമസ് സമ്മാനം വാങ്ങണമെന്നായിരുന്നു ഡെല്ലയുടെ ആഗ്രഹം. ജിമ്മിന് ക്രിസ്തുമസ് സമ്മാനം വാങ്ങാൻ അവൾ ആ കുടുക്ക പൊട്ടിച്ചു. പക്ഷേ സമ്മാനം വാങ്ങാനുള്ള പണം അതിലില്ലായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഓ ഹെൻറി എഴുതിയതാണ്. ഇനി ഇത് ബേസ് ചെയ്തിട്ടുള്ള 5 ചോദ്യങ്ങൾ താഴെ തന്നിട്ടുണ്ട്, അത് വായിച്ചു നോക്കാം. ചോദ്യം 1, ഏത് ആഘോഷത്തെക്കുറിച്ചാണ് കഥയിൽ പറയുന്നത്? വിഷു, ഓണം, ക്രിസ്തുമസ് ആണല്ലേ. ചോദ്യം 2, ഡെല്ലയുടെ ആഗ്രഹം എന്തായിരുന്നു? വീട് വെക്കണം, ജിമ്മിന് ക്രിസ്തുമസ് സമ്മാനം വാങ്ങണം, അടുത്തുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കണം. ജിമ്മിന് ക്രിസ്തുമസ് സമ്മാനങ്ങൾ വാങ്ങണം എന്നായിരുന്നു ആഗ്രഹം. ചോദ്യം 3, ഡെല്ലയുടെ കണ്ണ് നിറയാനുള്ള കാരണം എന്ത്? ധാരാളം പണം കിട്ടിയതുകൊണ്ട്, സമ്മാനം വാങ്ങാൻ പണം തികയാത്തതുകൊണ്ട്, അതിഥികൾ വരാത്തതുകൊണ്ട്. സമ്മാനം വാങ്ങാൻ പണം തികയാത്തതുകൊണ്ടാണ് ഡെല്ലയുടെ കണ്ണുകൾ നിറഞ്ഞത്. ചോദ്യം 4, ജിമ്മിൻ്റെയും ഡെല്ലയുടെയും ജീവിത സാഹചര്യം എങ്ങനെയുള്ളതായിരുന്നു? ആഡംബരം നിറഞ്ഞത്, ദാരിദ്ര്യം നിറഞ്ഞത്, സന്തോഷം നിറഞ്ഞത്? ദാരിദ്ര്യം നിറഞ്ഞതായിരുന്നു അല്ലേ. മഞ്ഞ് എന്ന പദത്തിന് പകരം പദം എഴുതുക. ദിനം, ഹിമം, നീരദം. ഹിമം എന്നാണ് മഞ്ഞിന് പകരം വരുന്ന ഒരു വാക്ക്. പ്രവർത്തനം 2, താരതമ്യക്കുറിപ്പ് തയ്യാറാക്കാം. അമ്മ എന്നൊരു കവിത നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, വായിച്ചു നോക്കൂ. ഒരു നിലവിളക്ക് പോലെ അകതാരിലെപ്പോഴും തെളിയുന്നൊരോർമ്മയാണമ്മ. ഒരു കണിക്കൊന്ന പോൽ ഓർമ്മതൻ ചില്ലയിൽ പുഞ്ചിരി പൊഴിക്കയാണമ്മ. നന്മയുടെ പാഠങ്ങൾ ചൊല്ലി പഠിപ്പിച്ച ഗുരുനാഥയാണെനിക്കമ്മ. കുസൃതികൾക്കെപ്പോഴും പരിധികൾ വരച്ചിട്ട കാവലാളായിരുന്നമ്മ. പാദങ്ങൾ ഇടറാതെ ഇരുൾവഴികൾ പിന്നിടാൻ വഴിവിളക്കാണെന്നും അമ്മ. ജീവിതപാതയിൽ വേലേറ്റുവാടവേ സാന്ത്വന തണലാണെൻ്റെ അമ്മ. അരുൺ കെ പി എഴുതിയ വരികളാണ്. ചോദ്യം എ നോക്കൂ. ചോദ്യം എക്ക് മുന്നിട്ട് നമുക്ക് ചോദ്യം ബി ചെയ്യാം. എൻ്റെ മാതാവിൽ നിന്ന് പോലും ലാളനയുടെ സ്നിഗ്ധഭാവങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അടിവരയിട്ട പദത്തിൻ്റെ പകരം പദം കണ്ടെത്തുക. സ്നേഹം നിറഞ്ഞ ഭാവം, സന്തോഷം നിറഞ്ഞ ഭാവം, സങ്കടം നിറഞ്ഞ ഭാവം. സ്നേഹം നിറഞ്ഞ ഭാവം എന്നാണ് കേട്ടോ അർത്ഥം. ഇനി ചോദ്യം എ നോക്കൂ. മുകളിൽ കൊടുത്ത അമ്മ എന്ന കവിതയും പൊൻകുന്നം വർക്കിയുടെ എൻ്റെ അമ്മ എന്ന പാഠഭാഗവും താരതമ്യപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക. അരുൺ കെ പിയുടെ അമ്മ എന്ന കവിതയിൽ അമ്മയുടെ സ്നേഹവും കരുതലുമാണ് പറയുന്നത്. അമ്മ നന്മയുടെ പാഠങ്ങൾ പഠിപ്പിച്ച ഗുരുനാഥയാണ്. കുസൃതികൾ കാണിക്കുമ്പോൾ പരിധി നിശ്ചയിക്കുന്ന കാവലാളാണ്. ജീവിതത്തിലെ ഏതു സന്ദർഭത്തിലും കൂടെ നിന്ന് നേർവഴി കാണിക്കുന്ന വഴിവിളക്കാണ് അമ്മ. മോശം അവസ്ഥയിൽ സാന്ത്വനിപ്പിക്കുന്ന തണലാണ് അമ്മ. അമ്മയുടെ കരുതലിനെയും വാത്സല്യത്തെയും വാനോളം പുകഴ്ത്തുകയാണ് അരുൺ കെ പിയുടെ ഈ കവിത. എന്നാൽ പൊൻകുന്നം വർക്കിയുടെ എൻ്റെ അമ്മ എന്ന കഥ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഭർത്താവിൻ്റെ വിയോഗത്താൽ ദാരിദ്ര്യത്തിലേക്ക് വഴുതി വീണ സ്ത്രീയാണ് ഇവിടെ അമ്മ. ദാരിദ്ര്യം കാരണം മക്കളെ സ്നേഹിക്കാൻ മറന്ന അമ്മ. കരുതലിൻ്റെയും ലാളനയുടെയും നടപടികൾ ആ കഥയിൽ ഉണ്ടായിരുന്നില്ല. മക്കളെ വളർത്താൻ അധ്വാനിക്കേണ്ടി വന്ന അമ്മയുടെ നിസ്സഹായ അവസ്ഥയാണ് ആ കഥയിൽ പറയുന്നത്. 2 കൃതികളിലും അമ്മമാർ തികച്ചും വ്യത്യസ്തമാണ്. ഒന്നിൽ അമ്മ സ്നേഹത്തിൻ്റെ നിറകുടമാണെങ്കിൽ മറ്റൊന്നിൽ ദാരിദ്ര്യം കാരണം സ്നേഹിക്കാൻ മറന്നുപോയ അമ്മയാണ് ഉള്ളത്. പ്രവർത്തനം 3, കഥാപാത്ര നിരൂപണം തയ്യാറാക്കാം. ഡാലി അമ്മൂമ്മയുടെ പുഴ എന്ന കഥ ഓർക്കുന്നില്ലേ? ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രമായ ഡാലി അമ്മൂമ്മയെ കുറിച്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. അതിനു മുന്നേറ്റ് നമുക്ക് ബി ചോദ്യം നോക്കാം. പാവം തള്ളയില്ല പിള്ള. ഡാലി അമ്മൂമ്മ ആരെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്? കളക്ടർ പെരുമ്പാമ്പിൻ കുഞ്ഞിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി നമുക്ക് ഡാലി അമ്മൂമ്മയുടെ കഥാപാത്ര നിരൂപണം നോക്കാം. അതിന് നമുക്ക് മുകളിൽ കൊടുത്തിട്ടുള്ള ഈ സൂചനകളെല്ലാം നമുക്ക് ഉപയോഗിക്കാം. പ്രകൃതി സ്നേഹം, ജീവിത കാഴ്ചപ്പാട്, ജീവിത സാഹചര്യം, ഡാലി അമ്മൂമ്മയുടെ രൂപം, സ്വഭാവം, സഹജീവി സ്നേഹം ഇതെല്ലാം ഉൾപ്പെടുത്താം. വി ഷിനിലാൽ എഴുതിയ ഡാലി അമ്മൂമ്മയുടെ പുഴ എന്ന പാഠഭാഗത്തിലെ പ്രധാന കഥാപാത്രമാണ് ഡാലി അമ്മൂമ്മ.
90 വയസ്സിലേറെ പ്രായമായ വൃദ്ധയാണ് അമ്മൂമ്മ. പ്രകൃതിയെയും പുഴയെയും അതിരറ്റ് സ്നേഹിക്കുന്ന കഥാപാത്രം കൂടെയാണ് ഇവർ. ഡാലി അമ്മൂമ്മയുടെ ചെറുപ്പത്തിൽ പുഴ ഏകദേശം 100 മീറ്ററോളം അകലെയായിരുന്നു. അന്നു മുതലേ അമ്മൂമ്മയും പുഴയും കൂട്ടുകാരാണ്. പിന്നീട് മണലൂറ്റുകാരാണ് പുഴയെ ഡാലി അമ്മൂമ്മയുടെ വീടിന്റെ മുറ്റത്ത് എത്തിച്ചത് എന്ന് പറയുന്നുണ്ട്. പുഴയും അമ്മൂമ്മയും തമ്മിൽ സംസാരിക്കുന്ന സംഭാഷണം വായനക്കാർക്ക് കൗതുകം ഉളവാക്കുന്നതാണ്. ഒരു പ്രകൃതി സ്നേഹിക്ക് മാത്രം മനസ്സിലാകുന്ന രീതിയിലാണ് അവരുടെ സംസാരം. പുഴ കരകവിഞ്ഞു വരുന്നതിനനുസരിച്ച് അവിടെയുള്ള താമസക്കാരെല്ലാം താമസം മാറ്റിപ്പോയിട്ടും ഡാലി അമ്മൂമ്മ അവിടെ നിന്നും പോവാൻ കൂട്ടാക്കുന്നില്ല. അത് പുഴയോടുള്ള അവരുടെ സ്നേഹം കൊണ്ടാണ്. പലരും വന്ന് ഭീഷണിപ്പെടുത്തിയിട്ടും ജില്ലാ കളക്ടർ വന്ന് പറഞ്ഞിട്ട് പോലും ഡാലി അമ്മൂമ്മ പുഴയെ തനിച്ചാക്കി പോവാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നീട് ബലം പ്രയോഗിച്ച് അമ്മൂമ്മയെ അവിടുന്ന് നഗരത്തിലെ ഫ്ളാറ്റിലേക്ക് മാറ്റുന്ന ദൃശ്യങ്ങൾ നമ്മൾ പാഠഭാഗത്ത് കണ്ടു. മറ്റാരുമില്ലാത്ത അമ്മൂമ്മയ്ക്ക് ഏക തുണയായ പുഴയെ കൂടി അവിടെ ഉപേക്ഷിക്കേണ്ടി വന്നു. എന്നാൽ അമ്മൂമ്മയെ തേടി പുഴ നഗരത്തിലെ ഫ്ളാറ്റ് വരെ എത്തി. അവസാന നിമിഷങ്ങളിൽ പുഴയോട് അലിഞ്ഞു ചേരുന്ന അമ്മൂമ്മയെ കാണിച്ചുകൊണ്ടാണ് കഥ അവസാനിക്കുന്നത്. പുഴയോട് എന്ന പോലെ പുഴ തനിക്ക് നൽകിയ പെരുമ്പാമ്പിൻ കുഞ്ഞിനോടും അമ്മൂമ്മയ്ക്ക് വളരെ സ്നേഹമായിരുന്നു. ആ പാമ്പിന്റെ കുഞ്ഞിനെ തന്റെ ചൂടിൽ ഉറക്കുന്നതും അതിനോട് സംസാരിക്കുന്നതും അതിനെ ലാളിക്കുന്നതും എല്ലാം ഡാലി അമ്മൂമ്മയ്ക്ക് സഹജീവികളോടുള്ള സ്നേഹം എത്രത്തോളമാണെന്ന് നമുക്ക് കാണിച്ചു തരുന്നു. ഒരുപാട് പ്രത്യേകതകളുള്ള ഈ കഥാപാത്രം കഥ വായിച്ചു കഴിഞ്ഞ ശേഷവും വായനക്കാരുടെ മനസ്സിൽ തന്നെ തങ്ങി നിൽക്കുന്നു. പ്രവർത്തനം 4. ഡയറിക്കുറിപ്പ് തയ്യാറാക്കുക. ബന്ധുവായ രോഗിയെ കാണാൻ അച്ഛനും അമ്മയും പോയ തക്കം നോക്കി ലച്ചുവും അനുജൻ ലാലുവും പട്ടം പറത്താനായി പുറത്തേക്കിറങ്ങി. കളിക്കിടയിൽ ഉയർന്നു പറന്ന പട്ടം നൂൽ പൊട്ടി ലച്ചുവിന്റെ കാഴ്ചയിൽ നിന്നും മറഞ്ഞു. പാവം പട്ടം. അവൾക്ക് സങ്കടമായി. കൂട്ടിനാരുമില്ലാതെ ആകാശത്തിൽ ഒറ്റയ്ക്ക്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അമ്മയുടെ വിളി കേട്ട് അവൾ വീട്ടിലേക്ക് തിരികെ വന്നു. പക്ഷേ പട്ടത്തെക്കുറിച്ചുള്ള ചിന്തകൾ അവളുടെ മനസ്സിൽ നിന്നും വിട്ടുപോയില്ല. മേശവലിപ്പ് തുറന്ന് ലച്ചു തന്റെ ഡയറി എടുത്തു. പട്ടത്തെക്കുറിച്ചുള്ള എന്തൊക്കെ ചിന്തകളാവും ലച്ചു ഡയറിയിൽ എഴുതിയിട്ടുണ്ടാവുക? ഒരു ഡയറി കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലെ ചോദ്യം ബി നോക്കൂ. കാറ്റിൻ തുണയാലുയർന്നു, മീതെ പറവയായി ചേർന്നു നിന്നു. ആരുടെ സഹായത്താലാണ് പട്ടം പറന്നുയർന്നത്? മേഘം, കാറ്റ്, വിമാനം. കാറ്റിന്റെ സഹായത്താലാണ് കേട്ടോ. ഇനി നമുക്ക് ഡയറി കുറിപ്പ് എഴുതാം. ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം ദിവസവും തീയതിയും എഴുതുക കേട്ടോ. എന്നിട്ട് ഡയറിയിലേക്ക് കിടക്കാം. ഇന്ന് എനിക്ക് ഒരുപാട് സങ്കടമുള്ള ദിവസമായിരുന്നു. അമ്മയും അച്ഛനും ബന്ധുവീട്ടിലേക്ക് പോയ സമയം ഞാനും ലാലുവും കൂടി പട്ടം പറത്താൻ ഇറങ്ങി. പക്ഷേ എൻ്റെ പട്ടം കളിക്കിടയിൽ പൊട്ടി ആകാശത്തേക്ക് പറന്നുപോയി. എനിക്ക് ഒരുപാട് സങ്കടമായി. പാവം എൻ്റെ പട്ടം ആകാശത്ത് ഒറ്റയ്ക്കാവും. അവന് പേടിയാകുമോ? കിളികൾ ഉപദ്രവിക്കുമോ? അതോ എന്തെങ്കിലും മരത്തിന്റെ ചില്ലയിൽ കുടുങ്ങിയിട്ടുണ്ടാകുമോ? അതിന് മുറിവ് പറ്റിയിട്ടുണ്ടാകുമോ? ഇനി എനിക്ക് അവനെ കാണാൻ കഴിയുമോ? അറിയില്ല. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്നത്. മക്കൾക്ക് ആവശ്യമുള്ള മറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്